മലപ്പുറം ഷാജഹാൻ തോന്നുന്നുണ്ട്. അതായത് നീലക്കുയിലാണ് സ്പെഷ്യൽ മെൻഷൻ എന്ന് പറഞ്ഞാൽ നീലക്കുയിലാണ്. ഇതിന്റെ സ്പെഷ്യൽ മെൻഷൻ എന്ന് പറഞ്ഞാൽ നീലക്കുയിലാണ്. എന്താ ഷാജഹാനെ ഇതിന്റെ പിച്ചാണ് നീ എടുത്തോ, എന്റെ ലൈവിൽ നിന്റെ അക്കൗണ്ട് കാണിച്ചിരിക്കുന്നു, സന്തോഷമായല്ലോ, സെറ്റല്ല. അപ്പൊ വീഡിയോ ഇതല്ല ഇതാണ് ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കണം. എനിക്കത് എന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. സത്യം പറഞ്ഞാല് ഞാൻ എറണാകുളം ഇനി കമന്റ്സ് ഒന്നും കാണാത്ത കമന്റ്സ് ആണ് ഏറ്റവും ഇതൊന്നും കമന്റ്സ് ഓഫ് ആക്കാൻ പറ്റാതെ കമന്റ്സ് ഓഫ് ആക്കി എടാ കമന്റ്സ് തുറന്നു വെച്ചിട്ട് വീഡിയോ കാണണോടാ. ഒരു മിനിറ്റ് ഒന്നുകൂടി ബാക്ക് അടിച്ചു ഫോണിലെടുത്ത കമന്റ്സ് ആണെന്നോടാ. ഫോൺ പ്ലേ കമന്റ് പി സിയിൽ കമന്റ് പകരുന്നുണ്ട്. ഫോൺ പ്ലേ ഇവനെല്ലാം നമ്മൾ എന്തിനാ റീച്ച് കൊടുക്കുന്ന ഞാൻ ആലോചിക്കുന്നു. ഈ ഒട്ടാൾക്കെല്ലാം ഫ്രീ പ്രൊമോഷനും കിട്ടിയാൽ ഈ കളവന്മാർ പറയാൻ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ. സോറി ചോദിക്കണം. അല്ല അത് വണ്ടി അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്, അങ്ങനത്തെ വീട് അതൊന്നും നോക്കണ്ട. വണ്ടി ഒന്നും കുറ്റം പറയാൻ നമുക്ക് ഇവനെ നോക്കാം, ഇവന്റെ വണ്ടി നോക്കണ്ട, ഇവനെ നോക്കാം. ഓക്കെ റെഡി. ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കണം. എനിക്കത് എന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. സത്യം പറഞ്ഞാല് ഞാൻ റിപ്പോർട്ട് ഒന്നും അടിക്കരുത് എടാ. ഒരുമാതിരി എടാ അത് ബീരുക്കളുടെ സ്വഭാവം, ആ പരിപാടി നമുക്കില്ല. റിപ്പോർട്ടും പരിപാടിയൊന്നുമില്ല. റിപ്പോർട്ടൊന്നും വേണ്ട. ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ആദ്യം വീഡിയോ കാണാം. നിങ്ങൾ സബൂറാക്ക്, വെയിറ്റ് ആക്ക്, വീഡിയോ കാണാം ആദ്യം. ഓക്കെ പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് എന്നോട് എനിക്കത് എന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. സത്യം പറഞ്ഞാല് ഞാൻ എറണാകുളം പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത്. ഓൾറെഡി ഓളിന്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ തമാശ രൂപത്തിൽ ചെയ്തൊരു ഫ്രണ്ട് മെഹറിന്റെ ഫ്രണ്ടാ. മെഹർ പറഞ്ഞ ഇയാളെ ഫ്രണ്ടാണ്. മെഹർ എന്ന് പറഞ്ഞാൽ ഇയാളെ മോളാകാനുള്ള പ്രായമുണ്ട് അല്ല. ഇയാൾക്ക് മിനിമം 52 വയസ്സുണ്ട് ഇല്ല. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെന്താ നിങ്ങൾ ഈ കോമാളികൾ എന്തിനാ സൈഡിൽ നിൽക്കുന്നത്? അല്ല ഞാൻ ഇങ്ങനത്തെ ഫൈറ്റുകൾ എനിക്ക് ഒറ്റക്ക് വേണം. പ്ലീസ് എല്ലാവരും എടാ ശരിയല്ല. ഓൻ ഒറ്റക്കാണ് ആടിയിരുന്നത്. അപ്പൊ ഞാൻ ഒറ്റക്ക് പറയണ്ടേ, ഞാൻ തിരിച്ചു ഒറ്റക്ക് പറയണ്ടേ? അല്ല അതിന്റെ ഇത് അതല്ല ആണത്തം. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ബായ് കൂട്ടാ മുന്നോട്ടാടിരുന്നോളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് റിപ്പോർട്ട് ഇതെന്താ എല്ലാം റിപ്പോർട്ട് സ്പാം ചെയ്യുന്നത്. ഗൈസ് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ബഞ്ച് ഓഫ് പുസീസ് അല്ല, മനസ്സിലായി? നമ്മൾ ബഞ്ച് ഓഫ് പുസീസ് അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും റിപ്പോർട്ടോ അങ്ങനത്തെ പരിപാടിയോ ചെയ്യരുത്. റിപ്പോർട്ടോ മെസ്സേജ് പോയി തരുവില്ല, കമന്റ് പോയി തരുവില്ല. ഊക്കാം ഓക്കെ, ഊക്കിക്കോ, മാനോളം ഊക്കിക്കോ, കയറ്റിക്കോ. പക്ഷെ തെറി വിളിയോ റിപ്പോർട്ടോ ആ പരിപാടിക്ക് നിൽക്കണ്ട. ഓക്കെ, ഈ വീഡിയോ ഞാൻ കണ്ടതാ പോലെ ഇതിൽ പ്ലേ ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്. ഇതിൽ ഒരു പകുതി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഫുള്ള് തെറി വിളി. അതായത് സായിപ്പിന്റെ സ്ട്രീം അതിനെക്കാളും വലിയ ഫുള്ള് തെറി വിളി. പൂമോനെ നായനോനൊക്കെ അത് ഇതാക്കിയില്ല. ബാക്കി പൂമോനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഫുള്ള്. അങ്ങനത്തെ ഒരു ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്ട്രീം എന്ന് വെച്ചാൽ ഫാമിലി അടക്കം ടി വിയിൽ വെച്ച് കാണുന്നതാണ്. ആ ഒരു പേടി എനിക്കുണ്ട്. എന്തായാലും നമുക്ക് പ്ലേ ചെയ്യാണ്ട് വേറെ വഴിയില്ല. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യണം. തെറിവിളിന്റെ ഭാഗം മ്യൂട്ട് ചെയ്യണം. പക്ഷെ എനിക്കത് ഇത്രത്തോളം ഒരു ഫീൽ ആവും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ട് ചെയ്യണം. പക്ഷെ നായിന്റെ മോനെ എന്റെ തന്ത എല്ലാം ഓന്നെ മ്യൂട്ട് ചെയ്തൊന്നും കുഴപ്പമില്ല. പിള്ളേരെ വെച്ചിട്ട് ഇന്നെ കൂട്ടാൻ നായിന്റെ മോനെ അടിച്ചുള്ള മൂന്നന്റെ പല്ല് ഞാൻ കൊടുക്കും. ജിന്നെ പറഞ്ഞു കൊടുക്കേ എനിക്കൊരു പ്രശ്നമില്ല നായ. പക്ഷെ ജിന്നെ തന്തര പറഞ്ഞു അത് ഈ സാജ സഹിക്കൂല മോനെ. കാരണം തന്തയില്ലാത്തവന്മാരെ കുറിച്ച് തന്തക്ക് വിളിച്ച പ്രശ്നമാണ്. അത് സീനാണ്. അത് റിയലി സോറി ഷാജാനിക്ക, സോറി. അത് എനിക്ക് എന്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് ആണ്. നിങ്ങൾക്ക് തന്തയില്ല എന്നുള്ള കാര്യം ഞാൻ പിന്നെ അറിഞ്ഞത്. ഞാൻ ആദ്യം അറിഞ്ഞിട്ടില്ല. ഇത് അറിയുമായിരുന്നു ഞാൻ തന്തക്ക് വിളിക്കില്ലായിരുന്നു. കാരണം ഇല്ലാത്തൊരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ അത്രയും ഹേർട്ട് ആവാം. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എടാ ബാക്കിൽ ഇരുന്നിട്ട് തവള ഇരിക്കുന്ന പോലെ ചിരിക്കാതെ ബാക്കിൽ ഇരിക്കരുത്. മാറി കിടന്ന് പറയാം. എനിക്ക് ഇത് ഒറ്റക്ക് സംസാരിക്കണം. കോളെ ഞാൻ ഒറ്റക്കന്നെ സംസാരിക്കില്ല. എല്ലാവരും കൂട്ടില്ല. ഞാൻ ഒറ്റക്കന്നെ സംസാരിക്കും. അവന്റെ മുന്നിലാണ് ഞാൻ ഒറ്റക്ക് പോയിരിക്കും. ഓരോ ലോട്ടില്ല അങ്ങനെ ഗ്യാങ് ആയിട്ട് അവനെ തിരിച്ചു പറയാൻ അങ്ങനത്തെ ഒന്നും എനിക്കില്ല. മനസ്സിലാ? അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ ഒറ്റക്കന്നെ ഇത്. ഓക്കെ പിള്ളേരെ കണ്ടിട്ട് ഇതെന്താ നായ വിചാരിച്ചത് ഞാൻ കിടന്ന് പറക്കുന്നു. ഒന്ന് പോടാ നായ അടിച്ചവന്റെ മൂന്നിന്റെ ചേപ്പിയാ ഒരു നായിന്റെ മോനെ ഇത് കളിക്കണ്ട മോനെ. ഞാൻ ഒരു കാര്യം കേട്ടെ. താറിന്റെ ഐറ്റ് എത്രയാടാ? താറിന്റെ ഐറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? എന്റെ ഒരു ഓർമ്മയിൽ താറ് ഇത്രയാ. അതായത് അയാൾ താറിന്റെ ഗ്ലാസിന്റെ ഇത്ര ഉള്ളത്. അപ്പൊ അയാൾ എന്റെ വീട് ഉണ്ടാവും അല്ലെ. അതായത് ഞാൻ ഒരു ഫൈറ്റിൽ നിൽക്കുകയാണെങ്കിൽ ഇയാളായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും അല്ലേ. അതായത് ഈ മുരടിച്ച കടലാമ ഇങ്ങനെ ഉണ്ടാവുക. ഈ ഉടുമ്പ് പോലത്തെ സാധനത്തിന് ഞാൻ എന്ത് ചെയ്യാൻ ഇയാളെല്ലാം അടിക്കുന്ന ഞാൻ പറയുന്നത്. ഒരു ചവിട്ട് കൊടുത്തിട്ട് ഞാൻ വിടും. ഈ മുരടിച്ച ആമയായിട്ട് ഞാൻ ഫൈറ്റ് എടുക്കണം. ചാറ്റ് പറ ഫൈറ്റ് എടുക്കണം. എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ഉടുമ്പിനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതായത് ഇയാൾ അടിച്ച് മോന്ത വിളിക്കുക. എടാ അടിക്കാന് മോന്തക്ക് കയ്യെത്താനൊരു ഐറ്റമാണ്. ഇയാൾ എങ്ങനെ അടിക്കുക? തുള്ളിയിട്ടാ ഇങ്ങനെയാണ് ഇയാൾ അടിക്കുക. ഇയാൾ എങ്ങനെ അടിക്കുവല്ല? ഇയാൾ അടിക്കുക ശരിക്കും?
അതായത് ഷാജഹാൻ ഖാന്റെ അടിക്കുക പറയുന്നത് ഷാജഹാൻ ഖാന്റെ അടിക്കണം പോലും ഷാജഹാൻ ഖാന്റെ ആഗ്രഹം അതാന്ന് പോലും അല്ല നമുക്ക് സാധിച്ചു കൊടുക്കാം എന്തേ അത് നമുക്ക് സാധിച്ചു കൊടുക്കാം ഞാൻ പറ്റേ ഫൈറ്റ് ആണ് ഞാൻ ഒരു കാര്യം പറ്റേ ഈ നാട്ടിൽ അത് പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല ഒരു വെന്യൂ വെച്ചിട്ട് ഒരു മാച്ചോ എല്ലാണ്ട് അടിയായി കഴിഞ്ഞാൽ വേറെ കുറെ പ്രശ്നങ്ങൾ വരും മനസ്സിലാവും ഒരു ബോക്സിംഗ് മാച്ചോ അതെങ്ങനെയുണ്ട് അല്ല ഷാജഹാൻ ഖാന്റെ ആഗ്രഹം നമുക്ക് തീർത്തു കൊടുക്കാം ഒരു ബോക്സിംഗ് മാച്ചോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംഭവം നമുക്ക് ചെയ്താലോ എന്ത് പറയുന്നത് ചാറ്റ് യെസ് ഓറോ കോൾ പ്രശ്നം അറിയോ ഇയാള് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാൾ സംസാരിക്കുന്നില്ല കാര്യം സംസാരിക്കുന്നില്ല ഇയാൾ മൊത്തമില്ല എന്താ പറയുന്ന അറിയോ അതായത് വീട് തുടങ്ങി തീരുന്നവരെ ഇയാൾ തെറിയാം ഇതാണ് ഫുള്ള് മനസ്സിലായി കാര്യം സംസാരിക്കുന്നില്ല അതാണ് പ്രശ്നം ഇയാൾ സംസാരിച്ചിട്ട് കാര്യമില്ല ഇയാൾ ആഗ്രഹം ഫൈറ്റ് ആണെന്ന് നമുക്ക് ഫൈറ്റ് കൊടുക്കാം എന്താ പറയുക അത് നൈസായിരിക്കും ഞാൻ ഒരു കാര്യം പറ്റേ പുറത്തെ രാജ്യത്തെല്ലാം ഇങ്ങനത്തെ കുറേ സംഭവം നടന്നിട്ടുണ്ട് മനസ്സിലായി ഇങ്ങനെ രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് തമ്മിൽ അടിയാകുമ്പോൾ ഇവരെന്താ പറയുക ലീഗലി ഒരു ബോക്സിംഗ് മാച്ച് വെക്കും മനസ്സിലായി ഇവരെല്ലാം ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ ഇത് സംഭവം എന്താ ഈ ചങ്ങായിക്ക് സംഭവം ഞാൻ കാണുമ്പോൾ ഈ ചങ്ങായിക്ക് 1 million ഫോളോവേഴ്സ് ഉണ്ട് അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഇയാളെ നമ്മുടെ ഈ കൂട്ടത്തിൽ ആർക്കും ഇയാൾ അറിയില്ലായിരുന്നു മനസ്സിലാവും ഇയാളെ ആരും കണ്ടിട്ടുണ്ട് പക്ഷെ ഇയാളെ കണ്ടിട്ട് പോലും എനിക്ക് മനസ്സിലായിട്ട് ഇയാളന്ന് അതായത് സ്പൾബർ ഇയാളെ കൂടെ ഉള്ളതാണ് സ്പൾബർ എൻ്റെ ഫ്രണ്ടാണ് ഓക്കെ സ്പൾബറിന്റെ കൂടെ ഈ മൂട്ട മരടിച്ച പോലത്തെ ഈ ചങ്ങായി സൈഡിൽ ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല അന്ന് അവിടെ കണ്ണൂരായിട്ട് പോയപ്പോൾ ഉണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് ഉറപ്പില്ല കണ്ണൂർ സൗദി ഷവായ പോയപ്പോ അല്ല ഉണ്ടായിരുന്നോ അത് ഇയാളായിരുന്നോ അതോ മൂന്നാമത്തെ ആളാ അല്ല ഇവര് മൂന്നാളാണ് ഗ്യാങ് അല്ല ഗ്യാങ് എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ഇവര് 3 പാർട്ട്നേഴ്സ് ആണെന്ന് തോന്നുന്നു ഇയാളാണ് ഉണ്ടായത് ഉറപ്പാണോ ആ രണ്ടാമനാണെങ്കിലോ എനിക്ക് ഉറപ്പില്ല പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല മനസ്സിലാവും ഇങ്ങനെ ഒരാളുണ്ട് ഞാൻ അറിയുന്നത് ഈ വീഡിയോ ഇറങ്ങുമ്പോൾ മനസ്സിലാവും ഇയാൾക്ക് 1 million ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഈ വീഡിയോ ഇറങ്ങുമ്പോൾ കാര്യം പറയാൻ ഇത് എങ്ങനെയാണ് ഇയാൾക്ക് 1 million എനിക്ക് മനസ്സിലായത് ഗിവ് അവേ ബോട്ട് എടാ എടാ അതായത് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ലാത്ത ഇവരെങ്ങനെ ഇൻഫ്ലുവൻസർ ആവും ഞാൻ ചോദിക്കുന്നത് ഓക്കെ കഴിവുണ്ട് ഓക്കെ നമുക്കും കഴിവൊന്നുമില്ല എന്തെങ്കിലും എന്റർടൈനിങ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കേണ്ട ഇതെന്താണ് അപ്പോൾ ഇവൻ ചെയ്യുന്നത് ഗിവ് അവേ കൊടുക്കുക ഫോളോസ് ആക്കുക ഇതാണ് ഇവന്റെ ജോലി അപ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലേ എന്താണ് ഇവന്റെ എന്താ ഇവന്റെ കണ്ടന്റ് ഫേക്ക് ഗിവ് അവേയോ ശരിക്കും സീരിയസ്ലി ഇല്ല അങ്ങനെ അറിയാത്ത നമ്മുടെ ശത്രു ആണെങ്കിലും മിത്രമാണ് ഞാൻ പറയാം അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കരുത് അതല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല അങ്ങനത്തെ കാര്യങ്ങളില്ല ഊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഊക്കുക വേറെ അങ്ങനത്തെ ഒന്നും നിങ്ങൾ പറയേണ്ടതില്ല കൃത്യമായ തെളിവുള്ള കാര്യത്തിന് മാത്രമേ നമ്മൾ സംസാരിക്കാൻ പറ്റും എനിവേസ് കോൾ റാംബോന്റെ ഒന്നും ആവശ്യമില്ല ഈ അട്ട പോലത്തെ ഈ കുഞ്ഞു ചങ്ങായിനെ തല്ലാമിട്ട് എന്തിനാണ് റാംബോക്ക് ഈ തൊക്കിൽ വെച്ച് ഇറക്കിയിട്ട് തീർക്കാം ഈ ചങ്ങായിനെ എന്തിനാണ് റാംബോനെ വിളിക്കേണ്ട കാര്യമില്ല റാംബോനെ വിളിക്കേണ്ട ആവശ്യമില്ല ഓൾഡ് തൊപ്പിയാണ് കേട്ടോ മോനെ ഞാൻ ഒരു കാര്യം പറ്റും ഓൾഡ് തൊപ്പി എന്നൊന്നും പറയല്ലോ മുത്തേ ഞാൻ ഒരു കാര്യം പറ്റും ഇയാൾ ഇത്രയും തെറി വിളിച്ചിട്ട് ഒരക്ഷരം ഞാൻ അങ്ങോട്ട് തെറി വിളിച്ചാൽ ഞാൻ നീലക്കോയിലൊരു തന്തയില്ലാത്തവനാണ് നീലക്കോയിലെ കൂട്ട് പിടിച്ചിട്ട് കണ്ട വയ്യപ്പോന്ന പെമ്പിള്ളാർ ശല്യം ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ തന്തയില്ലാത്തവരും ചെയ്തെന്ന് മാത്രമേ ഞാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഞാൻ ഒറ്റ തെറി വിളിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഓൾഡ് തൊപ്പിയാണെങ്കിൽ ഇങ്ങനൊന്നല്ല തെറിന്റെ ഞാൻ ഒരു കാര്യം പറ്റും ഇവൻ ആകെ അറിയുന്നെന്താ പല്ല് ഞാൻ കൊടുക്കും ജിന്നെ പറഞ്ഞു കൊടുക്കേ എനിക്കൊരു പ്രശ്നമില്ല നായ പക്ഷെ ജിന്റെ തന്തര പറഞ്ഞു ഈ സാജാ സഹിക്കൂല മോനെ അന്റെ ബാക്കിലുള്ള നഴ്സറി പിള്ളേരെ കളിക്കേ ഇച്ച് എന്താണ് നായ വിചാരിച്ചത് ഞാൻ കടന്ന് പറക്കുന്നു ഒന്ന് പോടാ നായ ഇയാൾ പറയുന്നത് അതായത് നായിന്റെ മോനെ പൂ മോനെ ഒന്ന് പോടാ നായിന്റെ മോനെ ഒന്ന് പോടാ അവിടെ ഓൾഡ് തൊപ്പി ആയിരുന്നെങ്കിൽ ഇത് തെറിയല്ല സത്യം പറഞ്ഞാൽ ഇത് തെറിയായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം കാരണം മലയാളത്തിൽ അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളും വെച്ച് കൂട്ടിക്ക് വെച്ചിട്ട് ശ്ലോകം ചൊല്ലുന്ന പരിപാടിയുണ്ട് PDF വായിക്കുന്ന പോലെ ഇങ്ങനെ തെറി വിളിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് എനിക്ക് അറിയുന്നത് ഞാൻ തെറി വിളിക്കാൻ തുടങ്ങി അങ്ങനെയാണ് പോകുക മനസ്സിലായി ഓൾഡ് തൊപ്പി ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ തെറിവിളി മോഡിലേക്കാണ് കാര്യങ്ങൾ പോകാം പക്ഷെ ഇത്രയും സമയമായിട്ട് ഇന്നലെ ആയിക്കോട്ടെ ഇന്നായിക്കോട്ടെ ഞാൻ ഒറ്റ വാക്ക് തെറിയായിട്ട് അതായത് പ്രൊഫാനിറ്റി ആയിട്ട് ഞാൻ തന്തയില്ലാത്തെന്ന് പറഞ്ഞു ശരി തന്നെ അതിൽ ഇപ്പൊ യൂട്യൂബ് ഇതിൽ വെച്ച് നോക്കുമ്പോൾ TV ഒരു ഫാമിലി ഇരുന്ന് ലൈവ് കാണുമ്പോൾ ഈ തെറി എന്നുള്ള ആ ഒരു സാധനമില്ലേ ഒച്ചത്തിൽ സ്പീക്കറിൽ വെക്കുമ്പോൾ പ്രശ്നം വരുന്ന സാധനമില്ലേ അങ്ങനത്തെ ലെവലിലുള്ള ഒരു തെറി പോലും ഞാൻ പറഞ്ഞില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചോ അത് എനിക്ക് ആവശ്യമില്ല നമുക്ക് ഇതില്ലേ ഇത് ഒറ്റ തെറിവാക്ക് പറയാണ്ട് ഞാൻ തീർക്കാൻ പോയത് ഈ ഫൈറ്റ് ഞാൻ ഒറ്റ തെറിവാക്ക് പറയാണ്ട് ഞാൻ തീർക്കാൻ പോയത് ഓക്കെ മലപ്പുറത്തെ പിള്ളേർ തന്തല്ലാത്തവരാണോ ഇത് ഞാൻ പറയാൻ മറന്നു ഞാൻ പറഞ്ഞു വരാൻ മലപ്പുറത്തെ പിള്ളേർ തന്തയില്ലാത്തമാരാന്ന് തൊപ്പി പറഞ്ഞെന്നും പറഞ്ഞാണ് ഇയാൾ നടക്കുന്നത് അതായത് നിങ്ങൾ ആലോചിച്ചോക്കെ ഇയാളെ പരിപാടി എന്താ ആലോചിച്ചോക്കെ അല്ല ഇത് സീരിയസ് ഇഷ്യൂ നിങ്ങൾ ആലോചിച്ചോക്കെ ഇന്നലെ ഞാൻ വന്നിട്ട് ഇയാള് വയ്യപ്പോന്ന പൊമ്പിളോട് തെണ്ടിത്തരം പറഞ്ഞതിന് ഞാൻ ഇയാളെ തന്തക്ക് വിളിച്ചു അതിന് ഇയാൾ എന്ത് ചെയ്തറിയോ ഇത് മലപ്പുറത്താറ് മുന്നിൽ വെച്ചിട്ട് അതിന്റെ ബാക്കിൽ ഇങ്ങനെ വിളിച്ചിട്ടാ മലപ്പുറത്താറ തൊപ്പി തന്തക്ക് വിളിച്ചാൽ നോക്കേ മലപ്പുറത്താറ തൊപ്പി അതായത് സ്വന്തമായിട്ട് ഇത് എടുക്കാനുള്ള ആണത്തും ഇല്ല ഈ നാരിക്ക് ഈ തന്തയില്ലാത്ത കഴിവരിക്ക് ഇത് സ്വന്തമായിട്ട് എടുക്കാനുള്ള പ്രാണിയില്ല അതിനുള്ള ഗഡ്സ് ഇല്ല എന്നിട്ട് എന്ത് ചെയ്തേ മലപ്പുറം എന്ന് പറയുന്ന ആ നാട്ടിലെ ആ ജനങ്ങളെ മുന്നിൽ വെച്ചിട്ട് അതായത് ഇല്ലാത്ത കാര്യം പറഞ്ഞു
ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു തട്ട് കളവ് പറഞ്ഞിട്ട് പച്ച കള്ളം പറഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ വിളിച്ചിട്ടാ മലപ്പുറത്ത് ആരെ മുന്നിൽ വെച്ചിട്ട് ബാക്കിൽ നിൽക്കുകയാണ് ഈ ശിഖണ്ഡി. അതായത് കാര്യം ഇവനൊരു ശിഖണ്ഡിയാടാ. ഇവനൊരു നാണും മാനും ഇല്ലടാ. ഇവനൊരു നാണും മാനും ഇല്ല. അതായത് ഇത്രയും ആൾക്കാർ കാണുന്ന ലെവൽ. ഇന്നലത്തെ ലെവൽ എത്ര വാച്ചിങ് ഉണ്ടായിരുന്നു? ഇന്നിപ്പോ എത്ര? 30,000 വാച്ചിങ്. ഇന്നലത്തെ ലെവല് ഏകദേശം 30,000 മുകളിൽ 32,000 വാച്ചിങ് ഉണ്ടായി. മനസ്സിലാ? ഇത്രയും ആൾക്കാർ കാണുന്ന ലൈവില് ഞാൻ പറഞ്ഞ കാര്യം, അതായത് എല്ലാവർക്കും അറിയാം ഞാൻ മലപ്പുറത്താരൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ വിളിച്ചത് ഇവന്റെ അന്തക്കാണ്. പക്ഷെ എന്നിട്ടും അവിടെ ഒരു പച്ചക്കള്ളം പറയാം. അത് എങ്ങനെയാണ് അതിനുള്ള അതെന്തൊരു ഹിജടയാണ് ഇവൻ. ഈ കുണ്ട ഷാജാനൊരു നാണുമാനും ഇല്ലടാ. നാണുമാനും ഇല്ല ഇവന്. അയ്യേ എടാ മുട്ടുമ്പോ ആണുങ്ങളോട് മുട്ടാന്നുണ്ടോ എനിക്ക്? ഇങ്ങനത്തെ ഹിജടകളോട് മുട്ടാൻ എനിക്ക് കുറച്ച് ഒരു ഇതുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം പറയല, ഇങ്ങനത്തെ മാരോട് മുട്ടാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു തുള്ളി ഒളിപ്പുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യം മലപ്പുറത്തുകാരെ തന്തൊക്കെ തൊപ്പി വിളിച്ചെന്ന് പറഞ്ഞാൽ അയാൾ പ്രചരിപ്പിച്ചത് അല്ല. അത് വേറെ കാര്യമുണ്ട്. ഇതിന്റെ കമന്റ്സ് പോയിക്കോ. ഇതിന്റെ കമന്റ്സിൽ കോമഡി ഉണ്ട്. ഇതിന്റെ കമന്റ്സ് ഫുള്ള് ഇതാ ഞാനും മലപ്പുറമാണ്, തൊപ്പി പറഞ്ഞാലും ഒരു തെറ്റുമില്ല, നീയൊക്കെയാണ് മലപ്പുറത്തെ പറയിപ്പിക്കുന്നത്. ഇതാ മലപ്പുറത്തെ പിള്ളേരല്ല നിന്റെ മാത്രം, മലപ്പുറത്തെ പിള്ളേരെ പറഞ്ഞോ നിന്നെ അല്ലേ. അതായത് എല്ലാവർക്കും മനസ്സിലായി റീച്ച് ഉമാൻ ഉണ്ട് മുമ്പിട്ട് പോടാ. എടാ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ട്. കുര്യാക്കോസ് ഇതിന്റെ താഴെ തെറിയാൻ വേണ്ടി കേട്ടോ. അത് ഞാൻ പറയാൻ നിൽക്കുകയാണ്. ഇവിടെ ആരും പോയിട്ട് തെറിയാൻ വേണ്ടി ഇതിനെ ഒന്നിനും നിൽക്കില്ല. നമ്മൾ ആ പരിപാടി ഇല്ല. മനസ്സിലായി? നമ്മൾ സ്റ്റാൻഡേർഡ് വിട്ടിട്ടുള്ള പരിപാടി ഇപ്പൊ ഇല്ല. അത് നമ്മൾ നിർത്തിയാണ്. കുര്യാക്കോസ് ഇങ്ങനത്തെ പരിപാടിയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം. കമന്റ് ഡിലീറ്റ് ചെയ്യണം. ഞാൻ പറയാം. ഡിലീറ്റ് ചെയ്തില്ലേ? ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് ആസിഫ് റിയാക്ഷൻ നോക്കാം. ആസിഫ് റിയാക്ഷൻ നോക്കാം. വെയിറ്റ് ആക്ക്. ആദ്യം ഇത് തീരണ്ടേ, ഇവനെ വിളിക്കണ്ടേ, നമുക്ക് ഇവനെ കോളാക്കണ്ടേ. ഇതൊക്കെ വെയിറ്റ് ആക്കാം. ആള് വിടട്ടെ 35 വാച്ചിങ് ആയിട്ട് ആള് വിടട്ടെ. അപ്പൊ എനിവേ സ്റ്റാർട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെയുള്ള നാണം കെട്ടവന്മാരാ. കാര്യം പറ, ഇവരെ സപ്പോർട്ട് ഏറ്റവും വലിയ അത്ഭുതം എന്താ പറയുക, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് 2-3 ആൾക്കാരുണ്ട്. അത് സാധാരണക്കാരല്ല, ഇവർ ഇൻഫ്ലുവൻസേഴ്സ് കൂട്ടായ്മയിലുള്ള ആൾക്കാരാണ്. മനസ്സിലാ? അതായത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു ടേംസിലുണ്ടോ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് കൊളാവൽ അടിച്ചിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് ബിസിനസ്സുള്ള ആൾക്കാരില്ലേ, ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതാ. അതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം. മനസ്സിലായോ? അത് എന്തൊരു കുടുംബശ്രീ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവര് ഭയങ്കര ഒരു അത്രയും താന്നാണ് കുടുംബശ്രീയിൽ. എത്രയും നല്ല. നിങ്ങൾ എന്താ പറയുന്നത്? എത്ര പേരെ കണ്ടത്? വീഡിയോ എത്ര പേരുണ്ട്? ഇത് മാത്രമേ പറയും. ഇയാൾ വെറും തെറി മാത്രമേ. ഇയാൾ സംസാരിക്കും. കോൾ നിങ്ങൾ സ്പാം ചെയ്യില്ല. ഇപ്പൊ കോൾ ചെയ്താലും ഇയാൾ മര്യാദക്ക് സംസാരിച്ച് പിടിച്ച് കാണാൻ ബാക്കിയില്ല. ഇയാൾക്ക് നാവില്ലടാ. ഇയാൾക്ക് തെറി വിളിക്കാൻ മാത്രമേ അറിയൂ. മനസ്സിലാവും? മാറിപ്പോയി. ഇതെന്താ നായിന്റെ മോനെ പറഞ്ഞത്? മലപ്പുറത്തെ പിള്ളേർ തന്തല്ലാത്താണെന്നോ? കള്ളമായ അന്റെ തള്ളി തന്തി അന്നെ ഒഴിവാക്കാളമായ. ഇന്ന് എന്റെ വാപ്പാനെ വിളിച്ചു, നാളെ നിങ്ങളെ വാപ്പാനെ വിളിച്ചാൽ നിങ്ങൾ പ്രതികരിക്കുവോ? നിങ്ങൾ കമന്റ് ഇടാം. ഷാജാൻ ഞാൻ വേറൊരു കാര്യം പറയാം, കോളിൽ പറയാം. നിങ്ങൾ കമന്റ് ഇടി. ഏത് കളിട്ടെ ഈ മുട്ടുകാല് പറക്കൂല. നായിന്റെ മോൻ തൊപ്പി അടിച്ചിട്ട് മൂന്നതേ പല്ലിനെ പോയിട്ട് നായെ. ആ ഒറ്റ കാര്യം മാത്രം എനിക്ക് കാര്യം പറഞ്ഞു. ബാക്കിയല്ലോ ഒക്കെ ആ ഒറ്റ കാര്യം. ഇതെന്തേ എടേ? അപ്പൊ ഷാജാനൊക്കെ പൂക്കിയതാ. ഇയാളല്ലേ ഇപ്പൊ എന്തോ കറളുവാ. കറളു ഹായ് തൊപ്പി. ഇതാണ് ഇമോജി. ഇതെന്ത് സംഭവം? അതെന്ത് സംഭവം? ഓൾഡ് തൊപ്പി കമ്പേക്കുന്നത് ഇല്ല. തെറിന്റെ ആ ഒരു അങ്ങനത്തെ ലോ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ ഒരിക്കലും തിരിച്ചു പോകില്ല. ഓക്കെ, ഒരിക്കലും ആ ഒരു അങ്ങനെ താവില്ല നമ്മൾ. മനസ്സിലാവും? എത്ര വലിയ തെറി നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ അങ്ങോട്ട് അങ്ങനെ തെറി അഭിഷേകം നടത്തിയിട്ടുള്ള പരിപാടി നമുക്കില്ല. മനസ്സിലാവും? അത് നമ്മൾ നിർത്തി. ഓക്കെ, മാന്യമായിട്ടൊന്നല്ല, പറയേണ്ടടുത്ത് പറയും. ഒരു മയത്തിലെല്ലാം കാര്യങ്ങൾ പറയും. അല്ലാണ്ട് അങ്ങനെ ഹാർഡ് തെറി കട്ട പച്ച തെറിയായിട്ട് ഞാൻ ഒരിക്കലും ആ ഒരു ഇതിലേക്ക് പോകില്ല. നിങ്ങൾ ആലോചിക്കുക, പണ്ട് ഞാൻ തെറി വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഷാജാനും ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ എനിക്ക് എപ്പോൾ ഷാജാന്റെ പേര് പറയുമ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാന്റെ വായിൽ വന്നു. കാരണം ഇയാൾ കറക്റ്റ് എന്തോ ഇവരെ ആക്സെന്റോ എന്തോ എനിക്ക് ഇവരെ എന്തോ ഒരു കണക്ഷൻ സംഭവം ഒരു ബന്ധമില്ല ഇവർ തമ്മിൽ. അത് പറഞ്ഞു പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഇവരെല്ലാം പണ്ട് ഇവരെ ഫേസ്ബുക്ക് കൂട്ടായ്മല്ലേ നമ്മൾ തെറി വിളിക്കുന്നതിനെല്ലാം എന്തെല്ലോ പറഞ്ഞു വിമർശനമായിട്ട് തന്നത്. ഇപ്പൊ നേരെ തിരിച്ചായി. ഇപ്പൊ ഇവര് ഇങ്ങനെ റീച്ചിന് വേണ്ടി കഷ്ടപ്പെട്ട് തെറി വിളിക്കലും ഇതെന്നെ പരിപാടി, നാണം കെട്ട പരിപാടി. നമ്മൾ മൊത്തം സ്റ്റാൻഡേർഡ് മോഡിലേക്കും പോയി. ഇതെന്താല്ലേ ലോകം ഇങ്ങനെ മാറുന്നല്ലേ? എന്താ അവസ്ഥ? നിങ്ങൾക്ക് എന്തെങ്കിലും ഫോളോ ചെയ്താൽ മാത്രമേ ഇവരെ ഫോളോ ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല. പക്ഷെ ഫോളോ ചെയ്താൽ മാത്രമേ എന്തെങ്കിലും കോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, എനിവേസ് ഗൈസ്, ലെറ്റ്സ് കോൾ അവർ മുത്ത് ഷാജഹാൻ ഷാ. പക്ഷെ ഞാൻ കാര്യം പറ്റേ, തെറിയെല്ലാം പോട്ടെ. എൻ്റെ ഉപ്പയും ഞാൻ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ എനിക്കെന്തോ അത് കേട്ടാണോ? അത് എനിക്ക് കേട്ടെ. ഇല്ല ഇതിൽ കാണിക്കൂലല്ലോ. റിംഗ് കാണിക്കോ? ഇൻസ്റ്റാ റിംഗ് കാണിക്കോ? എടുത്തോടെ ഞാൻ എന്താ പറയുക,
ഒളിച്ച് കട്ടിന്റെ അടിയിൽ ഒളിച്ച് ഷാജാൻ കാക്ക കട്ടിന്റെ അടിയിൽ ഒളിച്ച് ഷാജാൻ കാക്ക ഓടി തലയിൽ പുതപ്പ് ഇട്ടിട്ട് തലയിലൊരു മുണ്ടും പൊതിച്ചിട്ട് ഓടി എടുക്കടാ ഷാജാന ഓടി ഓടി കട്ടിന്റെ അടിയിൽ ഓടി കട്ടിന്റെ അടിയിൽ ഒളിച്ച് ഒരു മിനിറ്റ് ഓടി ഓടാ കർലു ഫോൺ എടുക്ക് കർലു എടാ ഷാജാനിക്ക ഈഗോ അടിച്ച ഒരാൾ ഫോൺ എടുക്കാം ഈഗോ ഉണ്ടെങ്കിൽ ഫോൺ എടുക്കണം ഈഗോ ഉള്ള ആൾ ഫോൺ എടുക്കുക മനസ്സിലായി ഈഗോ ഉള്ള ആൾ ഫോൺ എടുക്കുക അത് ഞാൻ ഒരു കാര്യം പറയില്ല ഈഗോ ഉള്ള ആൾ എന്തായാലും ഫോൺ എടുക്കുക കോൾ ആസിഫിനെ വിളിച്ചാലോ ആസിഫിനെ വിളിക്കണം ചാറ്റ് ഇത് മൊത്തം നമുക്ക് ഇന്നത്തെ ലൈവ് മൊത്തം ഇതാക്കിയാലോ ടോപ്പിക്ക് ഇന്ന് ഷാജാനിക്കാണ് ടോപ്പിക്ക് ഇന്ന് ഷാജാനിക്കാണ് ശരിയായ ടോപ്പിക്ക് കാരണം ഞാൻ കാര്യം പറയാം ഞാൻ ഇത് വിറ്റ് പൈസ ആക്കണം എന്ന് വിചാരിച്ചു ഞാൻ ഇത് വിറ്റ് ഇങ്ങനെ ഇതാക്കണം എന്ന് ഞാൻ വിചാരിച്ചില്ല വ്യൂസ് കൂട്ടണമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഞാൻ കാര്യം പറയില്ല അതാ ഞാൻ അയാളെ പേര് പോലും ഇതിൽ ക്യാപ്ഷനിൽ ഇടാണ്ട് കോൺട്രവേഴ്സി ടോപ്പിക് മാത്രം ഇട്ടിട്ട് വന്നത് ഇയാളെ പേര് വെളിപ്പെടുത്തണോ അല്ല മെൻഷൻ അടിച്ച് ഊക്കണോ എന്നല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചു പോളിന്റെ ഇതനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഓക്കെ ഇനി നിങ്ങൾ ഇതാക്കരുത് കാര്യം പറയില്ല ഇനി ഞാൻ അങ്ങനത്തെ വർത്താനം പറയരുത് ഞാൻ ഇത് വിറ്റ് ഇതാക്കാൻ വേണ്ടി വന്നതല്ല പക്ഷെ എന്തായാലും ഇവിടെ വരെ എത്തിയ നമുക്ക് ഇനി ഇത് മൊത്തം ചർച്ച ചെയ്യാം എന്താ പറയുന്നത് ആസിഫിനെ വിളിച്ചോടാം ഷാജാനിക്ക് അമ്മ എന്താന്നല്ല സീനാക്കൊന്നുമില്ലല്ലോ മെസ്സേജ് സിന്നു കാസർഗോഡ് ഇന തീരെ കൊടുക്കൂല കേട്ടോ സിന്നു കാസർഗോഡ് എന്ന് പറയുന്നവന് ഞാൻ ഒരു തുള്ളി പോലും കൊടുക്കൂല കേട്ടോ കാരണം അവന്റെ മൂഡ് ഒരുമാതിരി അങ്ങനെ ആവളാ കാണുമ്പോ കാര്യം അതെന്തോ ഒരു സാധനമാണ് ഈ സിന്നു കാസർഗോഡ് എന്ന് പറഞ്ഞാൽ കാരണം അതെന്തോ ഭയങ്കര ബോറിംഗ് ആണെന്ന് അവൻ ഇങ്ങനെ എന്റെ പേര് ഇട്ടിട്ട് തന്നെ ഒരു 10-25 വീഡിയോ ഇട്ടല്ല ഒന്നും കേറുന്നില്ല ഒന്നും കേറുന്നില്ല ഇങ്ങനെ പറഞ്ഞ വരുക നമ്മളെ തൊപ്പി തൊട്ട് 25 വീഡിയോ ഇട്ടു അതുകൊണ്ട് എനിക്ക് ഇത് കൊടുക്കൂല ഷാജാൻ കാക്കല്ല കുറച്ച് മാന്യത ഉണ്ടാ ഒരു വീഡിയോ ഇട്ടില്ല ഇതെടുത്ത് ഇനിയിപ്പോ ഷാജാൻ കാക്ക് ജീവിക്കാനുള്ള വക ഞാൻ കൊടുത്തല്ല ഇനി ഇത് വെച്ച് ജീവിക്കാല്ലോ ഷാജാൻ കാക്ക ഇനി നാളെ അടുത്ത വീഡിയോ ഇങ്ങനെ റിയാക്ട് ചെയ്ത് അല്ല ഞാൻ ഒരു കാര്യം പറ്റാം അൺഫോളോ ചെയ്യണം അൺഫോളോ എടാ ഞാൻ പറയുന്ന വെച്ചാല് ചങ്ങായിക്ക് ജീവിക്കാനുള്ള വക നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ടോപ്പിക്ക് മാറ്റൂ ബോറിങ്ങോ എടാ നിങ്ങൾക്ക് അപ്പൊ ഇതല്ലേ ഇഷ്ടം എടാ ഷാജാൻക്കാന്ന് പറയുന്ന ആ മൂട്ട മരടിച്ച് കഴിഞ്ഞാൽ നീ ബോറിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കൂല ബാക്കിയൊന്നും ഞാൻ സഹിക്കും അത് മാത്രം ഞാൻ സഹിക്കൂല ആ ഒരു കടലാമനെ പോലുള്ള ഒരു ചങ്ങായി ഉണ്ടല്ലോ എന്താണ് അവന് അല്ല എന്തോ ഒരു ഓന്ത് പോലത്തെ അല്ല ഉടുമ്പ് അതല്ല ഒരു ഉടുമ്പാണ് കാണാൻ ഒരു ഉടുമ്പിന്റെ ഒരു കാര്യം ഒരു ഉടുമ്പ് വീങ്ങിപ്പോയതാണ് കാര്യം പറയാലോ ഷാജാൻക്കാരൻ പറഞ്ഞാൽ എനിക്ക് സഹിക്കൂല ഞാൻ കാര്യം പറയാലോ ഇത് കഴിഞ്ഞാൽ എനിക്ക് എടേ കഴിഞ്ഞ് ഷാജാൻക്ക് ഫോൺ എടുക്കുന്നില്ല ഫ്ലോപ്പായി കണ്ടന്റ് ഫ്ലോപ്പായി ഷാജാൻക്ക് ഫോൺ എടുക്കുന്നില്ല സിന്നുനെ പിടിച്ച ആസിഫിന്റെ വീഡിയോ ആയിട്ടല്ല ഓക്കെ പോകേണ്ടേ ഒരാളും ഷാജാൻ 50 വയസ്സ് മിനിമം ഉണ്ടല്ലോ ഉറപ്പായിട്ടുണ്ട് ഒരു 4 മക്കളുണ്ടാകും അയാൾ മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോ ഈ സ്കൂളിലെല്ലാം പോയ പിള്ളേർക്കല്ല ഞാൻ ഈ ഊക്കി കഴിഞ്ഞാൽ ഈ ആസിഫിനെല്ലാം ഊക്കിയ പോലെ അല്ല ഈ ഷാജാനെല്ലാം ഊക്കി കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഇയാളെ മക്കളെ ഈ ക്ലാസ്സിൽ പോയാൽ പിള്ളേർ കളിയാക്കും അങ്ങനത്തെ കുറേ പ്രശ്നമുണ്ട് ഇതാണ് ഈ ഫേസ്ബുക്ക് ടീമിനെ പിടിക്കാണ്ടിരിക്കുന്നത് നല്ലത് ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന കുറെ ആൾക്കാരുണ്ട് ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാവും അതെല്ലാം പ്രശ്നം പിന്നെ ഞാനായിട്ടൊരു ഇതിന് നിന്നല്ലടാ കാര്യം പറയാം ഞാൻ ഇതിനൊന്നും നിൽക്കാതെ ഞാൻ പരിപാടി നിർത്തിയാ ഞാൻ കോൺട്രവേഴ്സി എടുപ്പ് പരിപാടി നിർത്തിയാ ഞാൻ പണ്ടേ നിർത്തിയാ മനസ്സിലാവും നമ്പറിൻ ഭയോ നമ്പർ ഉണ്ടോ വിളിക്കണോ ബയോലോടെ ബയോയിൽ നമ്പർ ഒന്നുമില്ലല്ലോ ഉണ്ടോ ഇല്ല നമ്പർ ഉണ്ടോടാ ബ്രോഡ്കാസ്റ്റ് 1 ബ്രോഡ്കാസ്റ്റ് 2 കാണുന്നുണ്ട് ഇവിടെ എന്തായാലും ഇത്രയും സമയം നീ എന്താ പറയുന്നത് ഞാൻ ലൈവിന്റെ നമ്പറില്ലടാ ഇത്ര സമയം നമ്പർ ഉണ്ടായിരുന്നാ നമ്പർ ഡിലീറ്റ് ചെയ്തടാ പാവം എടാ എന്തായാലും ഞാൻ ഒരു കാര്യം പറ്റും ഞാൻ എല്ലാ ദിവസവും ലൈവ് ചെയ്യാന്ന് പുള്ളിക്കറിയാം അല്ല ഈ സമയത്താണെന്ന് അറിയാം ഞാൻ നേരത്തെ ലൈവിൽ സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ പുള്ളിയുടെ ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞത് തൊപ്പി ഇതിൽ വരുന്നത് ഇപ്പോൾ കോൾ ചെയ്യും എല്ലാം ചങ്ങായിക്ക് അറിയാലും ചെയ്യാം പിന്നെ ഉറങ്ങിപ്പോയി മറ്റേ ഇതായി തൂറിപ്പോയി എന്നൊന്നും പറയേണ്ട കാര്യമില്ല ചങ്ങായിക്ക് സംഭവം അറിയാം ഇത് സംഭവം പേടിച്ച് പുതുങ്ങി കട്ടിൻ്റെ അടിയിൽ ഒളിച്ചത് തന്നെയാണ് അത് തന്നെയാണ് സംഭവം കാര്യം അത് തന്നെയാണ് അല്ല മുനു സ്ലീപ്പിംഗ്